ശബരിമലയിൽ നടന്ന ഈ സ്വർണ്ണക്കൊള്ളയുടെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഈ സ്വത്തു സമ്പാദനമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷ്യമിട്ടത് എന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. സ്വത്തു സമ്പാദനമായിരുന്നു അയാളുടെ ലക്ഷ്യം. സ്വർണ്ണപ്പാളിയിൽ നിന്ന് തട്ടിയെടുത്തത് 2 കിലോയിലധികം സ്വർണ്ണമാണ്. പക്ഷെ അത് എവിടെ എന്നത് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അത് തട്ടിയെടുക്കാൻ വേണ്ടി തന്നെ നടത്തിയ ഗൂഢാലോചന എത്രത്തോളം വലുതായിരുന്നു എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദ്വാരപാലക ശില്പങ്ങൾ 99-ൽ സ്വർണം പൊതിഞ്ഞതെന്ന് ഈ പ്രതികൾക്കൊക്കെ അറിയാമായിരുന്നു. എന്നിട്ടും 2019-ൽ അത് ചെമ്പ് തകിടുകൾ എന്നെഴുതി സ്വർണം പൂശാൻ നൽകിയതിന് പിന്നിൽ വലിയ ആസൂത്രണം, വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ ഈ 2 കിലോ സ്വർണം, 2 കിലോ തൂക്കം വരുന്ന സ്വർണം ചതിയും വിശ്വാസവഞ്ചനയും നടത്തിയാണ് ഈ കൊള്ള സംഘം അപഹരിച്ചത് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ആ റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഷഫീദ്, അക്ഷരാർത്ഥത്തിൽ ഒരു കൊള്ള സംഘം തന്നെയായിരുന്നു സന്നിധാനത്തുണ്ടായിരുന്നത്. അതിന്റെ തലവൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ അതോ ഇനി മറ്റാരെങ്കിലും ഒളിവിൽ മറഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് മാത്രമേ സംശയമുള്ളൂ. ബാക്കിയൊക്കെ ഏതാണ്ടൊക്കെ തെളിഞ്ഞു വരുന്നുണ്ടല്ലേ? വിജയകുമാർ, SIT തലവനായിട്ടുള്ള SIT അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള SP S ശശിധരൻ ഇപ്പോൾ പത്തനംതിട്ട റാന്നി കോടതിയിൽ കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിന്റെ, അതായത് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഇതിന്റെ റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തലടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി 2004 വർഷം മുതൽ 2008 വരെയുള്ള കാലയളവിൽ അക്കാലത്തെ ശബരിമല കീഴ്ശാന്തിയുടെ പരികർമ്മിയായി ജോലി ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ശബരിമലയെക്കുറിച്ച് കൃത്യമായ അറിവും ശബരിമല ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ ചുറ്റുഭാഗത്തും 1988-ൽ സ്വർണം പതിച്ചതായി അറിവുള്ളയാളുമാണ്. അതായത് അതൊരു സ്വർണ്ണപ്പാളിയാണ് എന്നുള്ള കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാമായിരുന്നു. ഇക്കാര്യങ്ങൾ അറിയാമായിരുന്ന പ്രതി ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലെ ഈ പതിച്ചിട്ടുള്ള പില്ലറുകളിലും പൊതിഞ്ഞിട്ടുണ്ടായിരുന്ന 2 കിലോ തൂക്കം വരുന്ന സ്വർണം അത് ചതിച്ച് വിശ്വാസവഞ്ചന ചെയ്തെടുത്ത് അന്യായ ലാഭവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്യായ നഷ്ടവും ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള മറ്റു പ്രതികളുടെ ഒത്താശയോടെ, അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഉദ്യോഗസ്ഥ വീഴ്ച റിമാൻഡ് റിപ്പോർട്ടിലും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് റിമാൻഡ് റിപ്പോർട്ടിലും കൃത്യമായി പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലെങ്കിൽ ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് നമുക്ക് കിട്ടുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായും നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ള കാരണം, അതായത് ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചുവെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. ഇത് അറ്റകുറ്റപ്പണികൾ ചെയ്ത് പുതുക്കി നൽകാമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ അറിയിച്ച് ദേവസ്വം ബോർഡിന് അപേക്ഷ നൽകി. ദേവസ്വം ബോർഡ് അധികൃതരുടെ സഹായത്തോടുകൂടി നിലവിലുള്ള ചട്ടങ്ങൾക്കും കേരള ഹൈക്കോടതി ഉത്തരവുകൾക്കും വിരുദ്ധമായി ഈ ഇളക്കിയെടുത്ത് കർണാടക, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോവുകയും തുടർന്ന് ചെന്നൈ അമ്പത്തൂരിലുള്ള സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലെത്തിച്ച് അവരുടെ സഹായത്തോടുകൂടി ഈ സ്വർണം പതിച്ച ചെമ്പ് തകിടുകളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത് അന്യായമായി കൈവശപ്പെടുത്തി, അതായത് ആ സ്വർണം തട്ടിയെടുത്തു എന്നുള്ള കാര്യം റിമാൻഡ് റിപ്പോർട്ടിൽ സ്ഥിരീകരിക്കുന്നു. അത് മറച്ചുവെക്കുന്നതിനായി 394.900 ഗ്രാം സ്വർണം ഉപയോഗിച്ച് സ്വർണം പൂശി പിന്നീട് സാമ്പത്തിക നേട്ടത്തിനായി മേൽപ്പറഞ്ഞ ദ്വാരപാലക ശില്പങ്ങളും പില്ലറുകളും പല സ്ഥലങ്ങളിലും പ്രദർശിപ്പിച്ച് ആചാരലംഘനം നടത്തി തുടർന്ന് ശബരിമലയിൽ തിരിച്ചെത്തിച്ചു എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യം. അതായത് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്ന 4 കാര്യങ്ങൾ. ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തു. അത് മറയ്ക്കാനായി 394.900 ഗ്രാം സ്വർണം ഈ പുതിയ, അതായത് ഈ സ്വർണം ഇളക്കിയെടുത്തതിനു ശേഷം ഈ സ്വർണം പൂശി എന്നുള്ളത് കൃത്യമായി തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഇക്കാര്യത്തിലെ പങ്കാണ്. അതായത് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള മറ്റു പ്രതികളുടെ ഒത്താശയോടെ ഒന്നാം പ്രതി സ്വർണം പതിച്ച തകിടുകൾ അറ്റകുറ്റപ്പണികൾ ചെയ്ത് പുതുക്കി നൽകാമെന്ന് വാഗ്ദാനം നൽകി അത് തട്ടിയെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്ക് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാവുകയാണ്. മൂന്നാമത്തെ കാര്യം, ഈ ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയെന്നുള്ള കാര്യം SITയും സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഈ സ്വർണം തട്ടിയെടുത്തു, 2 കിലോയിലധികം സ്വർണം തട്ടിയെടുത്തു എന്നുള്ളത് അവരുടെ ഒന്നാമത്തെ ക്രൈം. രണ്ടാമത്തെ ക്രൈം, ഈ സ്പോൺസർമാരെ അടക്കം, അതായത് ഈ സ്വർണത്തിന് പകരം മറ്റ് സ്വർണം പൂശുന്നതിനായി വിവിധ സ്പോൺസർമാരെ കണ്ടെത്തി അവരിൽ നിന്നും വലിയ അളവ് സ്വർണം വാങ്ങി അത് മുഴുവനായി ഉപയോഗിക്കാതെ കൈവശപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്പോൺസർമാർ, അതായത് ഈ ശബരിമല സ്വർണ്ണപ്പാളിയിൽ സ്വർണം വീണ്ടും പൂശണമെന്ന് പറഞ്ഞ് മറ്റു ചില സ്പോൺസർമാരെ കണ്ടെത്തി അവരിൽ നിന്ന് സ്വർണം കളക്ട് ചെയ്ത് അതിൽ കുറഞ്ഞ ഭാഗം മാത്രം പൂശി മറ്റ് സ്വർണവും തട്ടിയെടുത്തു എന്നുള്ള ഒരു വലിയ ക്രൈം അക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം SIT റിപ്പോർട്ടിൽ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തു വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇത്തരം കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. വിജയകുമാർ, യെസ്, പ്രതികൾക്കെതിരെ ഗുരുതര പരാമർശം ഈ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അതിൽ ഒരു കാര്യം കൂടി ഉള്ളത്, ഇത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഈ ദ്വാരപാലക ശില്പത്തിലെ പാളികൾ
പല സ്ഥലങ്ങളിലും പ്രദർശിപ്പിച്ച് ആചാരലംഘനം നടത്തിയതായും ഈ റിമാൻഡ് റിപ്പോർട്ട് പറയുന്നുണ്ട്. പലതരത്തിലാണ് ഇവർ നടത്തിയ ഇടപെടലുകളുടെ വിവരങ്ങൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ദുരുപയോഗം ചെയ്ത സ്വർണത്തിന് പകരം സ്വർണം പൂശാൻ സ്പോൺസർമാരെ ഈ സംഘം കണ്ടെത്തുന്നു. അവരിൽ നിന്ന് വലിയ അളവിൽ സ്വർണം വാങ്ങുന്നു. അത് ഉപയോഗിക്കാതെ ഇവർ കൈവശപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ തട്ടിപ്പിൻ്റെ വലിയ ഒരു ശൃംഖല പ്രവർത്തിച്ചിരുന്നു. അതിലെ ഓരോ കണ്ണികളെയാണ് ഇപ്പോഴിതാ പുറത്തു കൊണ്ടുവരുന്നത്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റും അതിനുശേഷമുള്ള റിമാൻഡ് റിപ്പോർട്ടിന്റെ വിവരങ്ങളുമാണ് ഷഫീദ് റാവുത്തർ പങ്കുവച്ചത് പത്തനംതിട്ടയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.